പരോഷ് എന്ന് പറയുന്ന ഒരു തുളു ഷോർട്ട് ഫിലിം ഉണ്ട്. ആ ഷോർട്ട് ഫിലിമിൻ്റെ കഥ എങ്ങനെയാണ്? ഒരു വലിയ പറമ്പ്, മരങ്ങളും പുല്ലുകളൊക്കെ ഉള്ള വലിയ പറമ്പ്, ഒരു വീട്, അതിൻ്റെ നടുവിലായിട്ട് വീടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ 3 അംഗങ്ങളാണ്: ഭർത്താവ്, ഭാര്യ, ഒരു 6 വയസ്സായിട്ടുള്ള മകൻ. ആ ചേച്ചി പശുവിനെ അഴിക്കാനായിട്ട് പറമ്പിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ഈ ചേച്ചിക്ക് പേടിയായതുകൊണ്ട് ചേച്ചി തിരിച്ചു വീട്ടിലേക്ക് ഓടി. ഭർത്താവിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ അവര് വീടിന്റെ മുൻവശത്ത് ഈ കുടുംബം 3 പേരും കൂടി ഇരിക്കുന്ന സമയത്ത് വീണ്ടും ആ ഒരു കൊച്ചിന്റെ കരച്ചിൽ, മുൻപ് കേട്ട കൊച്ചിന്റെ കരച്ചിൽ തന്നെ കേൾക്കുന്നു. അപ്പോൾ അവർക്ക് പേടിയായി. ഭർത്താവ് എഴുന്നേറ്റ് ഇത് നോക്കാനായിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഭാര്യ പറഞ്ഞു, ചേട്ടൻ തനിച്ചു പോണ്ട, ചേട്ടന്റെ ബന്ധുക്കളെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് ദൂരെ താമസിക്കുന്ന ഭർത്താവിന്റെ ചേട്ടനെ വിളിച്ചു. അവരും കുറച്ചു പേരും കൂടെ ഒരു ജീപ്പില് ഈ വീട്ടിലേക്ക് വന്നു. അവരെല്ലാവരും കൂടെ ഈ കൊച്ചിന്റെ കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് നടന്നു. അപ്പോഴും ഒരു കൊച്ചിന്റെ കരച്ചിൽ കേൾക്കുന്നു. അവർക്കും പേടിയായി. അവർ തിരിച്ചു പോന്നു. അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം അവര് അടുത്തുള്ള ഒരു ശക്തി ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു തന്ത്രിയുടെ അടുത്തേക്ക് പോയി. തന്ത്രി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം വന്ന് ആ പൂജയൊക്കെ നടത്തി, ഇലകളും മരങ്ങളൊക്കെ കൂട്ടി ബന്ധിച്ചിട്ടിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇത് പ്രശ്നമാണ്, പക്ഷെ ഞാനെല്ലാം ബന്ധിച്ചു, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് അന്ന് രാത്രി ശാന്തമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഈ സ്ത്രീ എണീറ്റ് പശുവിനൊക്കെ വെള്ളം കൊടുക്കാനായിട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരാള് അങ്ങനെ ഓടിപ്പോകുന്നു. അപ്പൊ ആള് പേടിച്ചു നിലവിളിച്ചു. ഭർത്താവ് ഇറങ്ങി വന്നു. എന്താന്ന് വെച്ചപ്പോ ഒരാള് ഇതിലെ പോകുന്നു പറഞ്ഞു. അങ്ങനെ 2 പേരും കൂടി, അത് പകലാണ്, അന്വേഷിച്ച് ചെന്നപ്പോ ഒരു തെങ്ങ് കയറ്റക്കാരൻ ചേട്ടൻ തെങ്ങിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മൊബൈൽ ഫോൺ തെങ്ങിന്റെ മണ്ടയിൽ വെച്ച് മറന്നുപോയി, അതിന്റെ റിംഗ് ടോൺ ആണ് കൊച്ചു കരയുന്നത്, നിലവിളിക്കുന്നത്. ഇപ്പൊ ഹൊററായിരുന്ന മൂവി അവസാനം വന്നപ്പോ കോമഡി ആയിട്ട് മാറി. നമ്മളൊക്കെ അത് ചിരിക്കുന്ന സാധനമാണ്. ഞാനിത് പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവ് എത്ര പ്രാവശ്യം നിങ്ങൾ ഭയപ്പെടേണ്ടെന്ന് പറയുന്നുണ്ടോ? 365 പ്രാവശ്യം പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈച്ച് ആൻഡ് എവറി ഡേ ഈശോ ഒന്നോട് പറയുന്നുണ്ട്, പോളേട്ട ഭയപ്പെടേണ്ടെന്ന്, ഓളേട്ട ഭയപ്പെടേണ്ടെന്ന്. ഓരോ ദിവസം ഈശോ പറയാണ്. ഇത് ഒന്നുകൂടി കുറച്ചുകൂടി ക്ലിയർ ആക്കുന്ന ഞാൻ വിഷയത്തിലേക്ക് വരാം. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഒരു ധ്യാനിപ്പിക്കാനായിട്ട് വലിയ ധ്യാനത്തിന്റെ അച്ഛന്മാരെ കൊണ്ടുവന്നു. അച്ഛൻ അവിടെ ധ്യാനത്തിനിടയ്ക്ക് പറഞ്ഞൊരു സംഭവമാണ്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ അവിടെ അവർക്ക് ധ്യാന കേന്ദ്രം പണിയണം. അപ്പൊ ധ്യാന കേന്ദ്രം പണിയുമ്പോൾ സ്വാഭാവികമായിട്ടും പള്ളിപ്പണി പോലെ പിരിവുണ്ടാവല്ലോ, വെറുതെ ധ്യാന കേന്ദ്രം പൊന്തിയല്ലോ. അപ്പൊ അച്ഛൻ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി സംഭാവന ചോദിച്ചു. അപ്പൊ ഒരു ധനാഢ്യനായ മനുഷ്യൻ നല്ലൊരു തുക സംഭാവന കൊടുത്തു. അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു 10 കോടിയുടെ ഒരു പ്രോജക്റ്റ് കിട്ടി. അപ്പൊ ഈ കാശ് കൊടുത്തോണ്ടാണ്. പ്രൈസ് ദ ലോർഡ്. 10 വട്ടം പ്രൈസ് ദ ലോർഡ് പറഞ്ഞു. അച്ഛന് സന്തോഷമായി. അത് കഴിഞ്ഞ് പണി നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ വേറൊരു ധനാഢ്യനോട് കുറച്ച് കാശ് ചോദിച്ചു. ഇപ്പൊ ഇതിനേക്കാൾ നല്ല പണമുള്ള ആളാ, പക്ഷെ ആള് കൊടുത്തില്ല, എനിക്ക് ഇപ്പൊ സ്വല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോ ആളൊരു ആക്സിഡന്റിൽ മരിച്ചു. എന്ത് സംഭവിച്ചെന്നറിയോ? പിന്നെ ധ്യാന കേന്ദ്രത്തില് ബക്കറ്റ് പിരിവാണ് എല്ലാ ദിവസവും. നിങ്ങൾക്ക് പോയിന്റ് ഞാൻ പറയാം. അതായത് പല മതങ്ങളും, നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഈ ഭയം വിൽക്കും. അത് ഈ കത്തോലിക്ക മതത്തിന്റെ ഏറ്റവും വലിയ, ഞാൻ അത് പറയുമ്പോൾ എല്ലാവരും അച്ഛൻ ഞാൻ തന്നെ ആൾക്കാരിൽ വളരെ സംശയമില്ലാതെ പറയുന്നതാണ്, ഈ ഭയം വിൽറ്റിട്ടാണ് പലപ്പോഴും ബിസിനസ് നടത്തണേ. അങ്ങനെ ബിസിനസ് കേന്ദ്രങ്ങളാക്കും. നമ്മൾ കണ്ടല്ലേ, നിങ്ങൾ പലരും പള്ളിക്ക് തരുന്നതുകൊണ്ട് ഈ അച്ഛന്മാരുടെ കൊടുത്തില്ല എന്ന് സന്തോഷം കൊണ്ടൊന്നല്ല, ഭയം കൊണ്ടാണ് പലരും, കേട്ടോ, എല്ലാവരും അങ്ങനെയല്ല, ഭയം കൊണ്ട് തരുന്നതാണ്. പക്ഷെ അത് ഒരു യഥാർത്ഥ മതമാണോ, യഥാർത്ഥ ആത്മീയതയാണെന്ന് ചിന്തിക്കാനാണ് കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. വേറൊരു ഉദാഹരണം പറയാം. ഒരു വികൃതിയായ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പൊ അവൻ എല്ലാ ദിവസവും പോയിട്ട് രാത്രിയായിട്ട് തിരിച്ചു വരുള്ളൂ. അപ്പൊ അമ്മ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരുമ്പോ ഒരു ആൽമരം നിൽക്കണല്ലേ, ആ ആൽമരത്തില് ഭൂതമുണ്ട്,
രാത്രി കഴിഞ്ഞ് നീ പുറത്തിറങ്ങിയാൽ ഭൂതം നിന്നെ പിടിക്കും. ഇപ്പൊ വികൃതിയായ കൊച്ചിനാണ്. ഇത് കേട്ടപ്പോൾ അവന് പേടിയായി. പിന്നെ അവൻ ഒരിക്കൽ പോലും രാത്രി പുറത്തിറങ്ങാറില്ല, പേടിയാണ്. അങ്ങനെ അവൻ വളർന്നു, ടീനേജ് കഴിഞ്ഞു, യൂത്തിലേക്ക് വരുന്ന സമയത്തൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞു. അമ്മയ്ക്ക് ഒരു ആവശ്യം വന്നു, രാത്രി ഭക്ഷണം വയ്ക്കാനായിട്ട് അരിയില്ല. അപ്പൊ അവനോട് പറഞ്ഞിടാ, കടയിൽ പോയിട്ട് സ്വല്പം അരി വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പൊ അമ്മയോട് പറഞ്ഞു, അമ്മേ ഭൂതം ഉണ്ടല്ലേ, രാത്രി പുറത്തിറങ്ങി ഭൂതം പിടിക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, നീ പേടിക്കണ്ടടാ, ഇവിടെ അച്ഛൻ വെഞ്ചരിച്ച ഒരു ലോക്കറ്റ് ഉണ്ട്, അതങ്ങോട്ട് കഴുത്തിലിട്ടോ എന്ന് പറഞ്ഞ് നൂല് കെട്ടിക്കൊടുത്ത് നീ പോയി വന്ന് ഭൂതം പിടിക്കില്ല എന്ന് പറഞ്ഞു. നമ്മുടെ പല മതങ്ങളും ഈ ലോക്കറ്റിൽ നിൽക്കും, റോക്കറ്റിലല്ല, ലോക്കറ്റിൽ നിൽക്കും. ഞാനെപ്പോഴും പറയുന്നത്, ഭയം നമ്മുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുമ്പോ വിശ്വാസം വാതിൽ തുറക്കണം. വിശ്വാസം ശരിക്കും ഉള്ളിടത്ത് ഭയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയണേ 365 ദിവസം എന്നോട് നിങ്ങളോട് പറയുന്നതാണ്, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. വിശ്വാസം ഉള്ളിടത്ത് ഭയത്തിന് സ്ഥാനമില്ല. വിശ്വാസം ഇങ്ങനെ പടർന്ന് പന്തലിച്ചു വരുമ്പോ ഭയം ഒരിക്കൽ പോലും നമ്മെ പിടികൂടില്ല. ഭയം എപ്പോഴെങ്കിലും, കുഞ്ഞു മക്കളെ നിങ്ങൾ കേട്ടേൻ, പരീക്ഷയുടെ ഭയം ഉണ്ടോ? ഉണ്ടോ? അമ്പോ, അച്ഛൻ ചോദിക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെയാണ്. അതിന്റെ ഭയം നിങ്ങൾക്കേക്കാൻ കൂടുതൽ നിങ്ങളുടെ അപ്പനമ്മയ്ക്കാ. അറിയോ? ഇന്ന് ധ്യാനത്തിന് അധികം പേരുണ്ടാവില്ല. കാരണം എന്താ? പരീക്ഷ നടക്കുന്ന കാലഘട്ടമാണ്. ആർക്ക്? മക്കൾക്ക്. പക്ഷെ ഞങ്ങളാണ് കാവലിരിക്കണേ, അല്ലേ? ഭയം അവർക്ക് കൂടുതൽ. ഭയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉറപ്പിച്ചോ, വിശ്വാസം ഉണ്ടാവില്ല. ഈ ഭയത്തിലാണ് പല മതങ്ങളും പടർന്ന് പന്തലിക്കുന്നത്. അതാണ് നരബലിയൊക്കെ നടക്കുന്നത്, ഭയത്തിൽ നിന്നാണ്. അത് വളരെ അപൽകരമായ അവസ്ഥയിലേക്ക് പോകും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് പറയാനായിട്ട് ആലോചിച്ച് നോക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ചിലരൊക്കെ പറയാറുണ്ട്, അച്ഛൻ മരണത്തെ കുറിച്ച് പറഞ്ഞു. മരണത്തെ കുറിച്ച് പറയുന്നത് ഭയപ്പെടുത്തുന്നതാണ് നിങ്ങൾ ധരിച്ചാൽ വളരെ മോശ. ഞാൻ നല്ല ഫിലോസഫർ ആയതുകൊണ്ടാണ് മരണത്തെ കുറിച്ച് പറയണേ. കാരണം വലിയ ഫിലോസഫേഴ്സ് പറഞ്ഞിരിക്കണേ മരണത്തെ കുറിച്ച് പറയണേ. ഇന്ന് നമ്മൾ മാറിയോസഫ് പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഒരു ഭയപ്പാടില്ലാത്ത മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നസ്രത്തിൽ നിന്നും ഈജിപ്തിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് അറിയാം? കുട്ടികൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നസ്രത്തിൽ നിന്ന് ഈജിപ്തിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയോ? How many kilometers from Nazareth to Egypt? ഒരു ഐഡിയ ഇല്ലേ? ഒരു അപ്രോക്സിമേറ്റ് എന്തെങ്കിലും കൊട്ടക്കമ്പതി പറയാൻ പറ്റാ? കാരണന്മാർക്ക് 924 കിലോമീറ്ററാ. ഇപ്പൊ പോലും നിങ്ങൾ പോകുമ്പോൾ നോക്കിയേ, എങ്ങനെ കിടക്കണ സ്ഥലം? ഏകാന്തമായ വിജനമായ സ്ഥലമാണ്. ഭയപ്പാടുള്ള മനുഷ്യർക്കല്ലേ യാത്ര ചെയ്യൂ? കഴുതപ്പുറത്തൊക്കെ അവൻ യാത്ര ചെയ്തു, ഭയപ്പാടില്ല. കാരണം ഉടയവനിൽ അവന് കടുത്ത വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് ഉറക്കങ്ങൾ. ഞാൻ ചിലപ്പോ പറയും, ഈ ജോസഫ് സലമാങ്ക് എന്ന് പറയുന്ന നോബൽ പ്രൈസ് വിന്നർ ഔസപിതാവിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം, ഈ ഹെറോദസ് രാജാവ് കുഞ്ഞിനെ, യേശുവെ വധിക്കാൻ അന്വേഷിച്ചപ്പോ 24 പിഞ്ചു കുഞ്ഞുങ്ങളെ വധിച്ചു കളഞ്ഞു എന്നാണ് പറയണേ. നിങ്ങൾ ഹോളി ലാൻഡിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് വേണ്ടി ഇങ്ങനെ ഈ പാല് കൊടുക്കുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവും. 24 പിഞ്ചു കുഞ്ഞുങ്ങളെ സംസ്കരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിനുശേഷം യോസേഫ് പിതാവ് ഉറങ്ങിയിട്ടില്ല എന്നാണ് പറയണേ. എന്തുകൊണ്ടാണ്? അത് ധർമ്മം. ഞാൻ കാരണം 24 പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള വേദനയാൽ ഒരിക്കൽ പോലും ഉറങ്ങാൻ കഴിയാത്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞെങ്കിൽ പോലും ഭയം ഒരിക്കൽ പോലും യോസേഫ് പിതാവിനെ പിടികൂടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് പറയുന്നത് ഭയമൊന്നുമല്ല കേട്ടോ. ഞാൻ നിങ്ങളോട് ഇന്നലെ വളരെ മനോഹരമായ ഒരു വായന, അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഇടവകയ്ക്കുള്ള ഒരു മോട്ടോ ആയിട്ട് എടുക്കാവുന്ന ഒരു വായനയാണ്, രൂപാന്തരീകരണം. ഞാൻ പലവട്ടം വായിച്ചില്ലെങ്കിലും എനിക്ക് അങ്ങനെ ഒരു വലിയൊരു ഉൾപ്രകാശം കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്നലെ എനിക്കൊരു ഉൾപ്രകാശം കിട്ടി. അത് ഇടവകയ്ക്ക് യോജിച്ചതാന്ന് തോന്നുന്നു. ഈ പത്രോസും യാക്കോബും യോഹന്നാനും ഞാൻ മരണത്തെ പേടിപ്പിച്ചിട്ട് ഇവിടെ കളക്ഷൻ നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടും സങ്കടപ്പെട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പേടിപ്പിച്ച ഒരാളെ ഞാൻ പിരിച്ചിട്ടില്ല, പിരിക്കില്ല. അത് മതമല്ല, അത് ആത്മീയതല്ല. ആവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് സങ്കടത്തോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന വേറൊരു ഫോക്കസാണ്. മരണത്തെ കുറിച്ച് പറയുന്ന എന്ത് കോണ്ടെക്സ്റ്റ് അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങും അച്ഛൻ മരണത്തെ കുറിച്ച് പറഞ്ഞിട്ടല്ലോ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മരണത്തെക്കുറിച്ചും വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് എന്റെ പ്രധാനപ്പെട്ട ടോക്കുകൾ മുഴുവൻ ഇവിടെ ഉണ്ടായിട്ടുള്ളത്, നിങ്ങൾക്കറിയാലോ. അപ്പൊ ഈ ഇന്നലെ കിട്ടിയ രൂപാന്തരീകരണ സമയത്ത് 3 ശിഷ്യന്മാർ കർത്താവിന് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ കർത്താവിനോട് ആരോ സംസാരിക്കാൻ കേട്ട് കഴിഞ്ഞപ്പോ പത്രോസ് പറഞ്ഞു, കർത്താവേ ഇവിടെയായിരിക്കും നല്ലതാണ്. എന്നിട്ട് പത്രോസ് എന്താ പറഞ്ഞേ? നമുക്ക് 3 കൂടാരം. ആർക്കൊക്കെ? എനിക്ക് പറഞ്ഞോ,
ഇല്ല. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് എലിയാക്കി. 3 കൂടാരങ്ങൾ. അടുത്ത വാചകം എന്താ പറയണത് അറിയാം? ഇന്നലെ വന്നവർക്ക് അറിയാം. ശോഭയേറിയ മേഘം വന്ന് അവരാവരണം ചെയ്തു. എന്റെ കാര്യം മറന്ന് എന്റെ ചുറ്റുപാടിലുള്ള മനുഷ്യരുടെ സഹനങ്ങളിലേക്ക് നിന്റെ കാര്യം ഞാൻ നോക്കാം, നിന്റെ കാര്യം ഞാൻ നോക്കാം, നിന്റെ കാര്യം നോക്കാം എന്ന് ഞാൻ പറയുമ്പോ ശോഭയേറിയ മേഘം കൊണ്ട് നീയും ഞാനും മൂടപ്പെടും. നിന്റെ മുഖം എന്റെ മുഖം ശോഭയേറിയ മുഖമാകും. നിർത്തിയില്ല, അവിടെ നിർത്തിയില്ല കേട്ടോ മത്തായി. എന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിൽ ഒരു സ്വരം കേട്ട് എന്താണ്? ദിസ് ഈസ് മൈ ബിലവഡ് സൺ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ. വിശുദ്ധ കുർബാന എല്ലാ ദിവസവും കാണുന്നവനെ കുറിച്ചല്ല പറഞ്ഞേട്ടോ. എന്നും പറയാറില്ലേ, ദിവ്യകാരുണ്യം ജീവകാരുണ്യമായിട്ട് മാറുന്നു. ഞാൻ പറഞ്ഞു 3 കൂടാരം. ഏതാ? ദേവാലയം. പിന്നത്തെ ഏതാ കൂടാരം? ഏതാ? വിദ്യാലയം, ജീവകാരുണ്യാലയം. ഇത് അപ്പുറത്തെ ബിൽഡിങ്. ഇതൊക്കെ ഓർക്കണ്ട, നിങ്ങൾ ഓർക്കേണ്ടത് ഇല്ലേ? 3 കൂടാരം. അതാണ് ബസ്രൗമ പേര്. ഇത് പുണ്യഭൂമി. ഇങ്ങനെ ചിന്തിക്കാത്ത ഒരു ക്രൈസ്തവ ആത്മീയതയും അധികകാലത്തേക്ക് നിലനിൽപ്പില്ല, പ്രത്യേകിച്ച് ഇന്ത്യയിൽ എന്നും പറയാറുള്ളതാണ്. ഇത് ശരിക്കും ഇടവകയ്ക്കുള്ള സുന്ദരമായൊരു സന്ദേശമാണ്. അതുകൊണ്ട് ഭയമല്ല, ഭയത്തോടു ഇത് ചെയ്തില്ലെങ്കിൽ കർത്താവിനെ ശിക്ഷിക്കും. നോ, അങ്ങനെ ശിക്ഷിക്കുന്ന ദൈവമല്ലെന്നേ. അങ്ങനെ ശിക്ഷിക്കുന്ന ദൈവമാണ് ഈശോ എന്ന് ആരെങ്കിലും പഠിപ്പിച്ചാൽ അത് കത്തോലിക്ക വിശ്വാസത്തിനെതിരാണ്. ഞാനാണ് ഭയപ്പെടേണ്ടെന്ന് പറയുന്ന കർത്താവാണ്. പക്ഷെ ആ കർത്താവ് തന്നെ പറയുന്നു, എന്റെ കാര്യം മറന്ന് മറ്റുള്ളവരുടെ കാര്യമില്ല. അല്ല, മറ്റുള്ളവർ എന്താണ് ഔഷന്യം പറയാൻ വേണ്ടിയിട്ട് അവരുടെ കാര്യത്തിൽ നോക്കുന്നല്ല. അവരെന്റെ വേദന കണ്ട് അവരെ ഞാൻ സഹായിച്ചോളാം. അപ്പൊ എന്റെ കാര്യം പറഞ്ഞു. എന്തായാലും ഉദാഹരണം പറയാണ്, അപ്പനമ്മ, അമ്മ, പ്രത്യേകിച്ച് അമ്മ പണ്ടൊക്കെ എങ്ങനെയാ ഒരുപാട് ഭക്ഷിക്കാനൊക്കെ ഉണ്ടാ. നിങ്ങളെ പോലെ ഞങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ കിട്ടുന്ന സാധനം ആരെങ്കിലും ഇറച്ചി വാങ്ങിച്ചാൽ അല്ലെ ആരെങ്കിലും മീൻ വാങ്ങിച്ചാൽ അത് 7 പേർക്ക് ഇങ്ങനെ ഒരു ചെറിയ പീസ് വരും, ഇളയവന് സ്വല്പം വലിയ പീസ് ഇത് കൊടുത്ത് അവസാനം ഭർത്താവൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അമ്മ കഴിക്കും. നിന്റെ കാര്യം, എന്റെ ഭർത്താവിന്റെ കാര്യം, എന്റെ മക്കളുടെ കാര്യം, അത് കഴിഞ്ഞിട്ട് ഞാൻ. അവിടെ ഉണ്ടല്ലോ പണം ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ ഈ ശോഭയേറിയ മേഘം കൊണ്ട് ആ കുടുംബത്തെ ആവരണം ചെയ്തിട്ടുണ്ട്. അതാണ് കൃപ എന്ന് പറയുന്നത്. കൃപ, ആ കൃപ ഒഴുകിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമ്മയെ കുറിച്ച് ഓർക്കാൻ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കണേ, അല്ലതുകൊണ്ടൊന്നല്ല. അപ്പൊ അങ്ങനെ ഒരു ചിന്തയിലേക്കാണ് നമ്മൾ. അല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, മരണ തിരുനാളാണ്, പിതാവിന്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിച്ചത്. അല്ലെങ്കിൽ കല്ലറയിൽ ഒടുങ്ങും, ദുർഗന്ധം വമിക്കും. നിനക്കൊരു കൂടാരം, നിനക്ക് മറ്റൊരു കൂടാരം, നിനക്ക് വേറൊരു കൂടാരം. എന്റെ കാര്യം മറക്കുമ്പോ അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഉണ്ടല്ലോ, ഈ കുഴിച്ചിട്ടാലുണ്ടല്ലോ സുഗന്ധം ഇങ്ങനെ പരിമളമായിട്ട് പുറത്തേക്ക് വരും. ഇത് നിങ്ങളെ പേടിപ്പിക്കാനൊന്നല്ല പറയണേ, ഇത് സത്യമാണ്, സത്യമാണത്. അതുകൊണ്ട് ഭയത്തിന് വിശ്വാസത്തിന്റെ ഒരു സ്ഥലത്ത് സാങ്കത്യമില്ല, അടിസ്ഥാനരഹിതമാണ്. ഭയം എന്തെങ്കിലും നിങ്ങളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് വിശ്വാസത്തിൽ എനിക്ക് നിങ്ങൾക്ക് കുറവുണ്ട്. അത് നികത്തി, കർത്താവേ എന്നെ വിട്ടുപോകല്ലേ, എന്റെ കൂടെ എന്നുണ്ടാകണമേ, എന്റെ ജീവിതത്തിലെ കാറ്റിന്റെ അവസരങ്ങളിലൊക്കെ നീ എന്നെ താങ്ങി നിർത്തണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ഇന്നത്തെ തിരുവചനം നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.